രക്ഷാപ്രവർത്തന രംഗത്ത് എല്ലാവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ ഡോക്ടർ ലവ്ന മുഹമ്മദ്. നമുക്ക് സ്റ്റോറി ആദ്യം കാണാം. അത് കഴിഞ്ഞ് ഡോക്ടർ ലവ്ന മുഹമ്മദ് പ്ലീസ്. ഡോക്ടർ സ്റ്റേജിലേക്ക് വരൂ. ഡോക്ടർ, ഈ ഡോക്ടർ നമ്മളെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ഒരു റോപ്പിലൂടെ കയറി പോകുന്ന ഡോക്ടറെയാണ് ഈ 24 പ്രേക്ഷകരൊക്കെ ഒരിക്കൽ കണ്ടത്. ഡോക്ടർ റോപ്പിൽ കയറിയിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് ഈ സ്റ്റോറി കണ്ടതിന് ശേഷം ചോദിക്കാം. 1 സെക്കൻഡ് ഡോക്ടർ, പ്ലീസ് പ്ലേ. ഉയരം പണ്ടേ ഭയമാണ് ഡോക്ടർ ലവനയ്ക്ക്. പക്ഷേ കുത്തിയൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിൽ തൂങ്ങി മറുകരയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് ദുരന്തമുഖത്തെ 100 കണക്കിന് മനുഷ്യരുടെ മുഖം മാത്രമായിരുന്നു. വടത്തിൽ തൂങ്ങിയുള്ള ലവനയുടെ പോക്ക് കേരളം നെഞ്ചിടിപ്പോടെ കണ്ടു. ദുരന്ത സമയത്ത് മൈസൂരുവിലായിരുന്നു ലവ്ന. എത്രയും വേഗം വയനാട്ടിലെത്താൻ നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് ദുരന്തമുഖത്തെത്തിയത്. ലവന ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തക സംഘത്തിന്റെ പ്രവർത്തനമാണ് പരിക്കേറ്റവർക്ക് വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കിയത്. അങ്ങനെ ലവ്ന മുഹമ്മദ് കേരളത്തിന്റെ സ്വന്തം ഡോക്ടർ ലവ് ആയി. മലയാളക്കരയുടെ ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഡോക്ടർ ലവ്ന മുഹമ്മദ് ഇന്ന്. സഹജീവികൾ ദുരന്തത്തിൽപ്പെട്ടാൽ ഏതു വിധേനയും അവരെ വീണ്ടെടുക്കുമെന്ന കേരളത്തിന് മാത്രം സാധ്യമാകുന്ന ആത്മവിശ്വാസത്തിന്റെ ഉദാഹരണം. ടീം 24. ഡോക്ടർ ലവ്ന മുഹമ്മദിന് ഒരു ഗ്രേറ്റ് ക്ലാപ്പ് കൊടുക്കുക. ഈ ഡോക്ടർക്ക് ഒരു വലിയ കൈയടി കൊടുക്കുക. കാരണം അപകടത്തിന്റെ മുനമ്പിലൊക്കെ സാധാരണ ആൾക്കാർ പേടിച്ച് നിൽക്കാറുണ്ട്. എന്നാൽ ഈ ഡോക്ടർ എപ്പോഴെങ്കിലും റോപ്പിൽ കയറിയിട്ടുണ്ടോ? ഇല്ല, കയറിയിട്ടില്ല. ആദ്യമായിട്ടാണോ കയറുന്നത്? കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു? അപ്പോൾ അല്ല, ആ സമയത്ത് ഒരു കുട്ടീനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സ് ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്തത്. അല്ല, ഈ ഡോക്ടർ പേടിച്ചോ ആ സമയത്ത്? പേടിച്ചു, പേടി ഉണ്ടാവുമല്ലോ. എന്തായാലും ഈ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി കൈയടി കൊടുക്കാം. കാരണം ഇതാണ് നമുക്ക് വേണ്ടത്. ഒരു അപകടം വരുമ്പോൾ നമ്മൾ അറച്ചു നിൽക്കുകയല്ല വേണ്ടത്, ആ അവസരത്തിന് തോരുകയാണ് ചെയ്തത്. ഗോകുലം ഗോപാലേട്ടൻ ഡോക്ടറെ ആദരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ വനിതകൾ എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു. പ്ലീസ് ഗിവ് എ ബിഗ് അപ്ലോസ് ടു ഡോക്ടർ. ഒരു നിറഞ്ഞ കൈയടി എല്ലാവരും ഡോക്ടർ ലവ്ന മുഹമ്മദ്. ഗോകുലം ഗോപാലേട്ടൻ ആദരവിന്റെ ഒരു മൊമെന്റോ ഡോക്ടർക്ക് സമ്മാനിക്കുന്നു. ഡോക്ടറുടെ ഒരു മറുപടി. ഡോക്ടർക്ക് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഇതില് ഇവ പറഞ്ഞില്ലേ, ഒന്നുകൂടെ പറഞ്ഞോ ഡോക്ടർ, എന്നാൽ നിങ്ങൾ സഹിക്കും. സ്ത്രീകള് ഇതില് അധികം ഈ ഡിസാസ്റ്റർ ഫേസസിൽ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞല്ലോ. അതിൽ ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒരുപാട് എംപതിയും ഒരു സഹാനുഭൂതി, പിന്നെ കൂടെ നമ്മൾ ഇവാക്യുവേറ്റ് റെസ്ക്യൂ ചെയ്ത് വരുന്ന സ്ത്രീകൾക്ക് ബാക്കി സ്ത്രീകളുടെ ഒരു സാമീപ്യം ഒരുപാട് ഒരു സ്പെഷ്യൽ, അത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. എന്തായാലും നമുക്കൊരു ഒരുപാട് പുരുഷന്മാരുള്ളതിൻ്റെ ഇടയിൽ ഒരു 2-3 അത് ഡിഫറൻസ് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ആൻഡ് താങ്ക്സ് ടു മൈ ഓർഗനൈസേഷൻ, മൈ ഹോസ്പിറ്റൽ, ഹു ഹാസ് സപ്പോർട്ടഡ് മീ ഓൾ ത്രൂ ദ ജേർണി. കാരണം ഞങ്ങൾ ട്രെയിൻഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഡിസാസ്റ്റർ എല്ലാത്തിലും ഏത് ഇതിൽ എനി ഡിസാസ്റ്റർ പിന്നെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ട്രെയിൻഡ് ആണ്. ആസ്റ്റർ ആണത് എന്നെ ഇവിടെ എത്തിച്ചത്. താങ്ക്സ് ടു ആസ്റ്റർ ആൻഡ് താങ്ക്സ് ടു മൈ മദർ. കാരണം അമ്മയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഈ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഉമ്മയാണെന്നാണ് പറഞ്ഞത്, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഉമ്മയോടൊന്ന് ചോദിക്കണം. കാര്യം ഇത്തരം ഉമ്മമാരല്ലേ നമുക്ക് വേണ്ടത്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടർമാർക്കുള്ള പരിമിതി നിന്നുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു എമർജൻസി ഡോക്ടറാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് നീ ചെയ്യ്, പെട്ടെന്ന് അങ്ങോട്ട് പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു ഹോസ്പിറ്റലുണ്ട്. ഇവിടെ എമർജൻസി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ആയുർവേദക്കാരുടെ ആവശ്യങ്ങൾ വരും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് ക്ഷണിക്കുകയാണ്. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമായി വരുമ്പോൾ സമീപിക്കുക.
ഫ്ലവേഴ്സ് തന്നെ സഹായിക്കും. ഫ്ലവേഴ്സിലേക്ക് അയച്ചാൽ മതി, ഡോക്ടറെ നമ്മൾ ബന്ധപ്പെടാം. ഡോക്ടറുടെ സഹായ പദ്ധതിക്ക് സന്തോഷം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ ലവ്ന മുഹമ്മദ്. തന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറുന്നതിന് മുന്നേ ഉമ്മാനെ അവസാനം വിളിച്ചു. ഇത് ഒരു ഉരുൾപൊട്ടലും കൂടി ഉള്ള സാധ്യത പറയുന്നുണ്ട്, കയറിൻ്റെ മുകളിലാണ്. എനിക്ക് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞത് അത് സാരല്ല, എന്തെങ്കിലും പറ്റത്തന്നെ രക്തസാക്ഷിയായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം. അതായത് ദുരന്ത മുഖത്തേക്ക് ഒരു മകളെ പറഞ്ഞയക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും അല്ലേ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം. മരണാനന്തര കാര്യമാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഉമ്മ യു ആർ ഗ്രേറ്റ്. താങ്ക് യു ഡോക്ടർ. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു ഗോപാലേട്ട.